അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിലെ വളരെ പ്രധാനമേറിയ സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്ന ദമ്പതികളായിരുന്നു അബൂ സലമ റളിയല്ലാഹു അൻഹും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും. ഭാര്യഭർത്താക്കന്മാർ നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മുത്തനബിയുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നല്ല റാഹത്തോടുകൂടെ ജീവിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മുസീബത്ത് വരുന്നു. ഉമ്മു സലമക്ക്, അതായത് തൻ്റെ ഭർത്താവായ അബൂ സലമ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മരണപ്പെടുന്നു. ഇത് വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചു മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ. അങ്ങനെ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു, വല്ലാത്തൊരു വേജാരിലായിരുന്നു. ഇനി എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്ക് ഓർമ്മയിൽ വരുന്നത് മുത്തുനബി ഒരു സമയത്ത് പഠിപ്പിച്ചൊരു ദുആ. അതായത് ഒരു മുസീബത്ത് വന്നാൽ ആ സമയത്ത് ചൊല്ലേണ്ട ദിക്ർ എന്താണ്? അതെ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്നുള്ള ദിക്ർ വരാണ്. മുസീബത്ത് വരുന്ന സമയത്ത് ഇത് ധാരാളം ചൊല്ലിയാൽ ആ മുസീബത്തിനേക്കാൾ ഖൈറായത് അള്ളാഹു നൽകുമെന്ന് മുത്തനബി പറഞ്ഞൊരു ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്ക് ഓർമ്മയിൽ വരികയാണ്. അങ്ങനെ സ്വഹാബാക്കളാണല്ലോ, അവർക്കൊരു സംശയവുമില്ല. നല്ല ഈമാനോടും കൂടെ നല്ല ഇഖ്ലാസോടും കൂടെ ആ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. എന്നിട്ടും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഇനി ഇതിനേക്കാൾ ഖൈറാണോ? ഖൈറാന്ന് പറയുമ്പോൾ ഇനിയൊരു ഭർത്താവ് വരിക എന്നല്ലേ, ഇനി അബൂ സലമ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒരു ഖൈറായ ആൾ എനിക്ക് വരിക എന്ന് പറയുന്നത് ഒരിക്കലും പോലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം സ്നേഹത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നോക്കിയ ആളായിരുന്നു. അങ്ങനെ ഏതായാലും മുത്തുനബി പഠിപ്പിച്ചതല്ലേ, അത് വെറുതെയാവൂല. നല്ല ഈമാനോടു കൂടെ ആ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കണം. അവസാനമായി നമുക്കും അറിയുന്നൊരു വിഷയമാണല്ലോ, ഈ ദുആക്ക് പ്രതിഫലമായിട്ട് അല്ലാഹു പിന്നീട് ഉമ്മു സലമക്ക് ഭർത്താവായി കിട്ടുന്നത് ആരാണ്? അതേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അതേ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ മുത്തുനബി പിന്നീട് കെട്ടുന്നു, അവിടെ നിന്ന് വിവാഹം കഴിക്കുന്നു. നോക്ക്, മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നു ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്കുള്ള ഈമാനാണ് ആ ഈ ദിക്ർ ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തോടു കൂടെ കാണുക. അതേ, മുത്തുനബി പഠിപ്പിച്ചത് ഒന്നും വെറുതെയാവൂല. അതൊക്കെയും നല്ല ഈമാനോടു കൂടെ സ്വഹാബാക്കൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അതിൻ്റെ പ്രതിഫലമാണിത് കാണുന്നു. നമ്മളും ഈ ദിക്റുകളെ പതിവാക്കുക. ഏത് മുസീബത്ത് വരുമ്പോൾ ഈ ദിക്ർ ചൊല്ലുക. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്നുള്ള ദിക്ർ മുത്തുനബി പഠിപ്പിച്ചതാണ്. ധാരാളം ചൊല്ലുക. തീർച്ചയായും നല്ലൊരു പകരം തിരിച്ചു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.